ശരിക്കും നമ്മൾ എഡ്യൂക്കേഷൻ സംവിധാനം ആഗ്രഹിക്കുന്നത് ലോകം വളരെ ഫാസ്റ്റായിട്ടൊന്ന് മൂവ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ സിലബസ് അത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണില്ലല്ലോ. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇങ്ങനെ ഒരു പാരലലി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് പേസിലാണ് ഈ ടെക്നോളജിയുടെ മേഖലയിലുള്ള ഗ്രോത്ത് വരുന്നത്. അപ്പോൾ നോളജ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന എല്ലാ വൈറ്റ് കോളർ ജോബ്സ് ആണെങ്കിലും പ്രൊഫഷണൽ ജോബ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പരീക്ഷകൾ നിമിഷ നേരം കൊണ്ട് ChatGPT പോലെയുള്ള AI ടൂളുകൾ പാസ്സാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വാട്ട് ഇഫ് അടുത്തൊരു 1-2 വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിലോ കുറച്ചും കൂടെ മുന്നോട്ട് കണ്ടോളി, 5 വർഷത്തിലോ ഇപ്പോൾ ലോ പരീക്ഷ പാസ്സാവുന്ന സർട്ടിഫൈഡ് ലോയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ChatGPTയുടെ ബേസിൽ വരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ChatGPTയോ അല്ലെങ്കിൽ ജെമിനയോ ഏതോ ആയിക്കോട്ടെ, എനി പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള MBBS ആപ്പ് വരുന്നു, ഡോക്ടർ ആപ്പ് വരുന്നു, അല്ലെങ്കിൽ CA ആപ്പ് വരുന്നു. ഇത്തരത്തിലുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അത്രമാത്രമാണ് ഈ ടെക്നോളജികളുടെ സ്കോപ്പ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ടെക്നോളജിയെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയേണ്ടത് അതിൻ്റെ വേഴ്സ്റ്റ് ഫേസാണ്. ഇതിന്ന് എങ്ങനെ വന്നാലും അടുത്ത വർഷം ബെറ്റർ ആവുക മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുള്ള ഗ്രോത്ത് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ചാനലിൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് പോയാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം വിസിബിൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുകൾ നന്നായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതേ ഭാഗത്താണ് ഇനിയിപ്പോൾ ഓട്ടോമേഷനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ മെയ്ക്ക്, NI10 പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്ക് ഫ്ലോയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം, വാട്സപ്പ് ലീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓട്ടോമേഷൻ്റെ പോസിബിലിറ്റികൾ ഇന്ന് ഒരുപാട് കമ്പനികളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഇപ്പോൾ ഏജൻറ്റ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ChatGPT ഒരു അനദർ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ശരിക്ക് ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവർ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റേസിൽ നമ്മളെവിടെയാണ് എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ട്. കാരണം ഇന്ന് ലോകത്ത് 2 കൂട്ടരാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. ഒന്ന് US ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അത് മാഗ്നിഫിസൻറ്റ് 7 എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ വലിയ കമ്പനികൾ, ഇപ്പോൾ ഇവൻ ഇൻ്റലിനെയൊക്കെ അവർ ബെയിൽ ഔട്ട് ചെയ്തിട്ട് ചാവാൻ പോകുന്ന കമ്പനിയാണ് ഇൻ്റൽ എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ഇൻ്റലിന് ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റ് സഹ കമ്പനികളിൽ നിന്ന് വരുന്നു, അമേരിക്കൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ഇൻ്റലിനെ ബെയിൽ ഔട്ട് ചെയ്തിട്ട് ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ അമേരിക്ക ഡൊമിനൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്നു. കാരണം ഇന്ന് അമേരിക്കയ്ക്ക് AI മേഖലയിലുള്ള വൺ ഓഫ് ദ ഒള്ളി മോട്ട് എന്ന് പറയേണ്ടത് NVIDIA ആയിരിക്കും എന്നുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ NVIDIAയുടെ ചിപ്പുകൾ കിട്ടാണ്ട് പോലും ചൈന ഈ മേഖലയിൽ മുന്നേറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചൈനയും ഈ റേസിൽ ആ ഒരു അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അമേരിക്ക ശരിക്കും മുന്നിൽ നിന്നിട്ട് ടെക്നോളജിയെ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള AI അല്ലെങ്കിൽ AIയുടെ ഒരു പുതിയ യൂസ് കേസുകളൊക്കെ പുതിയ ഹയർ ഇൻ്റലിജൻ്റ് AIയിലേക്കൊക്കെ പുഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന വലിയ ഡാറ്റ ഫാക്ടറികൾ, AI ഫാക്ടറികളൊക്കെ നിർമ്മിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചൈന ഒരു പക്ഷേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള AIയെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുന്ന മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീപ് സീക്ക് മൊമെൻറ്റിനെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് വളരെ എക്സൈറ്റിംഗ് ടൈംസാണ് അഹെഡ് എന്ന് പറയാം. പക്ഷേ ഇതേ ടെക്നോളജികളെ നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നോളജ് ഇക്കോണമിയുടെ ഭാവി എന്തായിരിക്കും, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് സൊസൈറ്റിയുടെ മേലെ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. ഇനി അതൊന്നുമല്ല, ക്രിയേറ്റീവ് ഇക്കോണമി ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ വരുമാന മാർഗ്ഗമാണെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അത്തരം വരുമാന മാർഗ്ഗം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം സമയം കൊല്ലണം, അറ്റൻഷൻ ഇക്കോണമിയാണ് ഇതിൻ്റെ എല്ലാം കോർ അല്ലേ. പഠിക്കാൻ വേണ്ടി കാണുക എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബട്ട് ദെൻ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് വാച്ചിങ് അല്ലെങ്കിൽ ബ്രെയിൻ റോട്ടായിട്ടോ മറ്റെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ഇല്ലേ, ആ ബിഹേവിയറിന് ചില സമയത്തൊക്കെ നമുക്ക് AI വീഡിയോസ് ആയാലും മതി. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോകളിലൊക്കെ നല്ല ഒരളവ് AI വീഡിയോകളൊക്കെ ആൾറെഡി ഉണ്ടാകും. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ ആപ്പുകളൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്രിയേറ്റീവ് ഇക്കോണമിയുടെ മോഡൽ തന്നെ മാറിയേക്കാം. അതുപോലെ സുനോ 5 എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള മ്യൂസിക് വോക്കൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് വന്നു. അപ്പോൾ ഓൾറെഡി ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണോ AI ഉണ്ടാക്കിയതാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ടൂറിംഗ് ടെസ്റ്റൊക്കെ പാസ്സാവും. ടൂറിംഗ് ടെസ്റ്റ് അതാണല്ലോ, എന്താ വെച്ചാൽ ഈ കണ്ടൻറ് ഉണ്ടാക്കിയത് AI ആണോ അല്ലെങ്കിൽ മനുഷ്യനാണോ, നമ്മൾ സംഭാഷണം നടത്തുന്നത് AI-യോടാണോ മനുഷ്യനോടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേർതിരിച്ച് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ടൂറിംഗ് ടെസ്റ്റ് AI പാസ്സായി എന്നുള്ളതാണ്. അപ്പോൾ സുനോ 5 ആണെന്നുണ്ടെങ്കിലും സോറ ആണെന്നുണ്ടെങ്കിലൊക്കെ ശരിക്ക് ഈ ഒരു പരിധി വരേക്കും ടൂറിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഇനി അതല്ല, അവിടെയൊക്കെ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ റിയാലിറ്റി അല്ല ഉള്ളത്. ഇപ്പോൾ ഓരോ ആൾക്കാരും അവർ കണ്ട ലോകം, അവർ മനസ്സിലാക്കിയ സത്യം, അവരുടെ ചിന്തകൾ ഒക്കെ അനുസരിച്ചിട്ടുള്ളൊരു ലോകക്രമം ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഡിവൈഡഡ് ആയിട്ടുള്ള, ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ആൾക്കാരിലേക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ വന്നെത്തുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും
ഇവരിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്.